നിത്യപ്രകാശമേ വന്നിടണം, നിത്യസത്യത്തിലേക്കെന്നെ നയിച്ചിടണമേ. നിത്യപ്രകാശമേ വന്നിടണമേ, നിത്യസത്യത്തിലേക്കെന്നെ നയിച്ചിടണമേ. നിത്യജ്ഞാനമേ വന്നിടണമേ, എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞിടണമേ. നിത്യജ്ഞാനമേ വന്നിടണമേ, എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞിടണമേ. ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊഴിലുകൾ ഗ്രഹിക്കുവാനുള്ള വേണ്ടി പ്രാർത്ഥിക്കാം. 20 വർഷങ്ങളേക്കാൾ ചെറിയ വചനം ഹൃദയവികാരങ്ങളെ ഗർഭിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റം വരുത്തുന്ന വചനമായി മാറട്ടെ. ഭാര്യയെ പ്രവർത്തുന്ന കുളം പോലെയാണ്, ജയിപ്പിക്കുന്ന അഗ്നിയാണെന്നൊക്കെ നിർണയവാദങ്ങളുടെ വചനത്തിൽ ജീവജനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുതന്നെ വചനം നമ്മുടെ ഹൃദയത്തിൽ പരിവർത്തനം വരുത്തുവാൻ, നല്ല മനോഭാവങ്ങളുടെ വീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വചനം സൗഖ്യദായകമാണ്. യേശു പറഞ്ഞ വചനം ജീവൻ ആത്മാവുമാണ്, ജീവൻ തരുന്നതാണ്, ശക്തി തരുന്നതാണ്. ശുശ്രൂഷയും ഈ ജീവൻ, ദൈവിക ജീവൻ ലഭിക്കുവാൻ ആഗ്രഹിക്കാം. ഇതിനു വേണ്ടി സമയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മളത് പറയുന്ന സ്ത്രീക ഭാവനയിലൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നതിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നമ്മളത് പറയുന്ന സ്ത്രീക ഭാവനയിലൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നതിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകും, അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈശോയുടെ വാഗ്ദാനം യോഗ്യരാകുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സഭയുടെ പഠനമനുസരിച്ച് നമ്മുടെ വിശുദ്ധീകരണം സംഭവിക്കുന്നത് ആരാധന ക്രമത്തിലൂടെയാണ്. ആരാധന ക്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ക്ലൈമാക്സ്, ഉച്ചി എന്നൊക്കെ അറിയപ്പെടുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ച ഉദാശയാണ്. ആ വിശുദ്ധ കുർബാനയെ കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ അപ്പറേമിനെയാണ് ഓർക്കുന്നത്. അപ്പറേം പറഞ്ഞിട്ടുണ്ട് ഈശോ 3 പ്രാവശ്യം ജനിച്ചു. ഒന്ന് ദൈവത്തിൻ്റെ പുത്രൻ, ത്രിത്വം, 3 വ്യക്തികളുടെ കൂട്ടായ്മ. അവിടെ നമ്മുടെ ഈ ദിവസങ്ങളെല്ലാം ഭഗവാനാണ്. ത്രിത്വത്തിൻ്റെ പ്രത്യേകത സ്വയം ദാനമാണ്, പരസ്പരം കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ പിതാവായ ദൈവം പുത്രന് ജന്മം നൽകുന്നു. എന്നാൽ അവൻ സൃഷ്ടിക്കപ്പെടാത്തവനാണ്, ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പുത്രമെന്ന നിലയിൽ ഈശോ ജനിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18 നമ്മൾ ബോധ്യപ്പെടുന്നു, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവം തന്നെയായ ഏകജാതനാണ് ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ടത്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവം തന്നെയായ ദൈവമാണ്, ദൈവം തന്നെയായ ഏകജാതൻ അവിടുത്തെ വെളിപ്പെടുത്തുന്നു. ഈശോ ഏകജാതനാണ്, എന്നാൽ ദൈവം തന്നെയാണ്, ദൈവമാണ്. അതുകൊണ്ടാണ് ഈശോയിൽ ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്.
ഒന്നാമത്തെ ജനനം അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 14 വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. വചനം മാംസം ധരിച്ച് നമ്മൾ വസിക്കും. മാംസം ധരിച്ചു ഈശോ ആണ് മനുഷ്യനായി ജനിക്കുന്നു, മനുഷ്യ രൂപം സ്വീകരിച്ചു, മനുഷ്യനായി ജനിക്കും. ഒന്നാമത് ജനനം. ഇതുകൊണ്ട് ആ ജനനം തീരുന്നില്ല എന്നാണ് അഭിപ്രായം പറയുന്നത്. ഈശോ മൂന്നാമത് ജനിക്കുന്നു. മൂന്നാമത്തെ ജനനമാണ് അപ്പത്തിന്റെ രൂപത്തിൽ ഈശോ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈശോ ഭൂമിയിൽ വന്നത് അപ്പമായി മാറാൻ. അവിടെ ജനിച്ച നാട് ബദിരകമാണെങ്കിൽ ആ ബദിരകത്തിന് അപ്പത്തിന്റെ നാടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പത്തിന്റെ നാടെന്ന് അറിയപ്പെടുന്നത് ബദിരകം. ഈശോ ബദിരകമിലെ കാലിപ്പൊഴുതിലാണ് ജനിച്ചത്. അപ്പത്തിന്റെ നാടിലാണ് ഈശോ ജനിച്ചത്. അവിടുത്തെ വരവിന്റെ ലക്ഷ്യം അവിടത്തേക്ക് അപ്പമായി മാറും. അപ്പമായി ഈശോ ഇന്ന് ജനിച്ചുകൊണ്ടിരിക്കും. ഈ അപ്പത്തിന്റെ രൂപം ഈശോ സ്വീകരിക്കുന്നതാണ് വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം. അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ കർത്താവിനെ സ്വീകരിക്കും. അതുകൊണ്ട് ഈശോ അപ്പത്തിന്റെ രൂപം സ്വീകരിച്ച് ഇന്നും ജനിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിൽ വസിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി. ഈശോ പറഞ്ഞപ്പോൾ ഞാൻ അനാഥനായി വിടുകയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ലോകാവസാനത്തോളം കൂടെ ഉണ്ടാകാൻ വേണ്ടി ഈശോ അപ്പത്തിന്റെ രൂപം സ്വീകരിച്ച് അപ്പത്തിൽ വീണ്ടും ജനിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വസിച്ച് കൂടെ ആയിരിക്കാൻ ഈശോ കണ്ടുപിടിച്ച മാർഗമാണ്. മനുഷ്യരുടെ ഒപ്പമായിരിക്കണം, അതേസമയം സ്വർഗത്തിലുമായിരിക്കും. പിതാവ് ദൈവമാണ്, ദൈവത്തോട് കൂടെയാണ്. ഒപ്പം മനുഷ്യരോടും കൂടെയായിരിക്കും. ദൈവത്തോടും മനുഷ്യരോടും കൂടെയായിരിക്കാൻ ഈശോ കണ്ടുപിടിച്ച മാർഗമാണ് അപ്പത്തിന്റെ രൂപം സ്വീകരിക്കാതെ പറയും. ഇവിടെയാണ് ഈ അപ്പത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. അത് ഉള്ളിൽ നിക്ഷേപം സ്വീകരിക്കുന്നതാണ്, അത് ഉള്ളിൽ നിക്ഷേപിക്കുന്നതാണ്. അപ്പം പുറമേ ആയതാണ് നമുക്ക് അനുഭവമായി മാറുന്നത്. അപ്പം കഴിക്കുമ്പോഴാണ് നമുക്ക് അനുഭവമായി മാറുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വലിയ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. വിശുദ്ധ കുർബാന എന്നൊക്കെ പറയുമ്പോൾ എതിരുകൾ ചിന്തിക്കും, ഇതൊക്കെ അച്ഛന്മാർ കണ്ടുപിടിച്ചതാണ്, വൈദികര് സഭ കണ്ടുപിടിച്ചതാണ്, ഇതെന്തൊക്കെയോ സഭയുടെ പ്രവർത്തനത്തിൽ വരുന്നതാണ്, അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ചരിത്രമൊന്നും ഇല്ല, ഇതൊക്കെ ചില കാലഘട്ടങ്ങളിൽ ചിലരൊക്കെ തുടങ്ങി വെച്ചതാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തുടങ്ങി വെച്ചതൊന്നും. ഇതിനൊക്കെ വലിയൊരു പാരമ്പര്യം. ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, മനുഷ്യനുണ്ടായ നാൾ മുതൽ മനുഷ്യൻ ബലി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അവനറിയാം അവനേക്കാൾ വലുതുണ്ട്, മനുഷ്യനാണ് ഏറ്റവും വലുത്. മനുഷ്യനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ചിന്തിക്കുന്ന ജീവി, തിങ്കിങ് അനിമൽ. ചിന്തിക്കാനാണ് മനുഷ്യൻ ദൈവം കഴിവ് നൽകിയിരിക്കുന്നത്. മനുഷ്യൻ ചിന്തിച്ചപ്പോൾ മനുഷ്യനെ തോന്നി അവനൊക്കെ വലുതുണ്ട്. കാരണം വലിയ മല കാണുമ്പോൾ അവനൊക്കെ വലുതെന്നേ മല. അപ്പോൾ ഈ മലയുടെ മുമ്പിലൊക്കെ അവൻ കുപ്പിടാൻ പറയും. അതുപോലെ തീ, അവനൊക്കെ വലുതിന്റെ കത്തിക്കുന്ന തീ, അവനൊക്കെ കത്തിക്കുന്ന തീയുടെ മുമ്പിലൊക്കെ കുപ്പിടാൻ പറയും. അതുപോലെ തന്നെ സൂര്യൻ, വലിയ ശക്തിയുള്ള സൂര്യന്റെ മുമ്പിൽ വണങ്ങാൻ തുടങ്ങി, ബലി അർപ്പിക്കാൻ തുടങ്ങി. മനുഷ്യന് തന്നേക്കാൾ വലിപ്പമുള്ളതിന് മുമ്പിൽ ബലി അർപ്പിക്കണം എന്നുള്ള ചിന്ത അവന്റെ ഉള്ളിൽ ജന്മനാ തന്നെ ഉള്ളതാണ്. അങ്ങനെ മനുഷ്യചരിത്രം ആരംഭിച്ച നാൾ മുതൽ സമർപ്പണം തുടങ്ങിയതാണ്. ബലി അർപ്പിക്കുക, സമർപ്പിക്കുക. അങ്ങനെ സമർപ്പണം തുടങ്ങിയെങ്കിൽ ഈ സമർപ്പണത്തിന്റെ പ്രത്യേകതയിലാണ് വലിയ ധാന്യബലിയും പാനീയ ബലിയും മൃഗബലിയും ഒക്കെ വന്നത്. കാരണം തന്നെ സമർപ്പിക്കാൻ പോയാൽ അനുഗ്രഹം കിട്ടിയാൽ അത് അനുഭവിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ അർപ്പിച്ചാൽ മൃഗത്തെ അർപ്പിക്കുന്നു, കഴുത്തറുത്ത് അർപ്പിക്കുന്നു. ധാന്യബലി അർപ്പിച്ചു കഴിയുമ്പോൾ അത് ആ ധാന്യം സമർപ്പിക്കുന്നു. ധാന്യബലി അവിടെ ഇല്ല, സമർപ്പിച്ചു കഴിഞ്ഞു, അതിനെ ദഹിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ ധാന്യബലിയും മൃഗബലിയും ഒക്കെ അർപ്പിച്ചുകൊണ്ട് മനുഷ്യൻ തന്നേക്കാൾ വലുതിനെ പ്രസാദിപ്പിക്കുന്ന ശൈലി ഉണ്ടായി. ഈ ശൈലിയുടെ പ്രസാദത്തിലാണ് നമുക്കറിയാം ഈശോ സമർപ്പിച്ചു. ഈശോ സമർപ്പിച്ചത് മറ്റൊന്നുമല്ല, തന്നെ തന്നെയാണ് സമർപ്പിച്ചത്. അതുകൊണ്ടാണ് കുർബാന എന്ന വാക്കിന്റെ അർത്ഥം സമർപ്പണം എന്നാണ്. കുർബാന സമർപ്പണം. ഈശോ തന്നെ സമർപ്പിക്കാനാണ് പറഞ്ഞത്.
വേറെ എന്തിനേക്കും സമർപ്പിച്ച് മാറി നിൽക്കാനല്ല, ഈശോ സ്വയം സമർപ്പിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ പിതാവാ ദൈവത്തിന്റെ മുമ്പിൽ തന്നേക്കാൾ ഏറ്റവും വലുത് മനുഷ്യൻ വളർന്നതനുസരിച്ച് അവന് ചിന്താബുദ്ധിക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പാപത്തിന്റെ ലിസ്റ്റ് വലുതാവുന്നത്. പഴയ നിയമത്തിനെ അനുസരിച്ച് പുതിയ നിയമത്തിൽ വരുമ്പോൾ പാപം പെരുകിയാണ്. അതുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട്, കൊല്ലരുതെന്ന് പറയപ്പെട്ടതായി കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനെ കോഷായ എന്ന് വിളിക്കുന്നവൻ അല്ലെങ്കിൽ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാത്തേക്ക് അർഹനാക്കി. പഴയ നിയമത്തിൽ കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. പുതിയ നിയമത്തിൽ വിഡ്ഢി എന്ന് വിളിക്കാൻ പറ്റില്ല, കോഷായ എന്ന് വിളിക്കാൻ പറ്റില്ല, ദേഷ്യപ്പെടാൻ പറ്റില്ല. അഥവാ ദേഷ്യപ്പെട്ടാലും പൗലോസ്ലീഹ പറയുന്നു, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കോപം പ്രാർത്ഥിച്ചിരിക്കണം. സൂര്യൻ അസ്തമിച്ചു പോയാൽ പിന്നെ ഇതെങ്കിലും പെരുകി വർദ്ധിക്കും. പിന്നെ അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് നമുക്കറിയാം, മനുഷ്യന്റെ ധാർമ്മിക വളർച്ച, അവന്റെ ബുദ്ധിയുടെ വികാസം അങ്ങനെ വരുന്നതനുസരിച്ച് അവന്റെ ജീവിതത്തിനും വ്യത്യാസം ഉണ്ടാവും. ഇവിടെയാണ് കർത്താവാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. പിലാത്തോസ് പറയുന്നത്, ഇതാ മനുഷ്യൻ. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ മരിച്ചപ്പോൾ പീലാത്തോസ് പറഞ്ഞു, ഇതാ മനുഷ്യൻ, ഇവനാണ് ഹോമോ. അപ്പൊ അതുകൊണ്ട് യേശുവിന്റെ ജീവിത പശ്ചാത്തലത്തിലാണ് ഈ ബലിയർപ്പണത്തിന്റെ പൂർണ്ണ നമ്മൾ കാണുന്നത്. കാരണം മനുഷ്യന്റെ ബുദ്ധിയുടെ ഏറ്റവും തികവ നമ്മൾ ഈശോയിലാണ് കാണുന്നത്. അപ്പൊ ഈശോ ഈ ബലിയർപ്പണം നടത്തുന്നു. ആ ബലിയർപ്പണം തന്നെ തന്നെയാണ് സമർപ്പിക്കുന്നത്, മറ്റൊന്നിനെയുമല്ല. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന ബലി വസ്തുവും ബലി അർപ്പകനും ഒരേ ഒരാൾ തന്നെയാണ്. പഴയ നിയമത്തിലും മറ്റുള്ള പശ്ചാത്തലത്തിലുമൊക്കെ ബലി വസ്തുവും ബലി അർപ്പകനും രണ്ടാണ്. ആടിനെ ബലിയർപ്പിക്കും, പുരോഹിതൻ ബലിയർപ്പിക്കും, കണ്ടല്ലേ. പക്ഷെ പുതിയ നിയമത്തിൽ ബലി അർപ്പകനും ബലി വസ്തുവും ഒരേ ഒരാൾ തന്നെയാണ്. യേശുവിന്റെ ശരീരം, അവിടുത്തെ രക്തം, അതാണ് ബലി വസ്തു. ബലി അർപ്പിക്കുന്നതും യേശു തന്നെയാണ്. ബലി വസ്തുവും ബലി അർപ്പകനും ഈശോ തന്നെയാണെങ്കിൽ തന്നെ ഈശോ പിതാവാ ദൈവത്തിന് മുമ്പിൽ, നമുക്ക് ദൈവത്തെക്കാവുന്നല്ലോ, മനുഷ്യന്റെ വളർച്ചയ്ക്കനുസരിച്ച് വെളിപ്പെടുത്തലനുസരിച്ച് മനുഷ്യന് മനസ്സിലാകുന്നു ഏറ്റവും വലിയവൻ പിതാവായ ദൈവമാണ്. ദൈവമാണ് വലിയവൻ. ആ ദൈവത്തിന് മുമ്പിൽ ബാക്കിയെല്ലാം ചെറുതാണ്. അവ ഏറ്റവും വലിയവനായ ദൈവത്തിന് മുമ്പിൽ തന്നെ സമർപ്പിക്കുന്ന ബലിയർപ്പണത്തിന്റെ ചരിത്രം മനുഷ്യന്റെ ജീവിതത്തിന്റെ ആരംഭങ്ങളിൽ നമ്മൾ കണ്ടെങ്കിൽ തീർച്ചയായും ഈശോ വന്നത് ഈ ബലി അർപ്പിച്ച് കടലോ അപ്പമായി മാറി ആ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈശോ ബലിവസ്തുവും ബലിയർപ്പണമായി മാറുന്നു എന്നുള്ളതിന്റെ ചരിത്രം നമ്മൾ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 31 വായിക്കുമ്പോൾ കാണുന്നു. ഞാൻ പറഞ്ഞു, ഇത് അച്ഛന്മാരെ കണ്ടുപിടിച്ച് സഭ കണ്ടുപിടിച്ചതല്ല, ഇതെന്തോ വ്യക്തികളുടെ ഒരു രൂപീകരണമാണെന്ന് തോന്നും. അങ്ങനെയൊക്കെയാണ് നിലനിൽക്കുകയില്ല. ചരിത്രത്തിന്റെ ആത്മകഥ വലിയുണ്ടെന്ന് പറഞ്ഞല്ലോ, ഗമാലിയേൽ പറഞ്ഞല്ലോ അന്നത്തെ പുരോഹിതരോട്, ഇത് മനുഷ്യരാ തുടങ്ങിയതാണെങ്കിൽ തീർന്നു വെക്കോളൂ, തന്നെ തീർന്നു വെക്കോളൂ. മനുഷ്യരാ തുടങ്ങിയതൊക്കെ തീർന്നിട്ടുണ്ട്. എത്രയോ പ്രസ്ഥാനങ്ങൾ, കൊലകൊമ്പൻ പ്രസ്ഥാനങ്ങൾ തുടങ്ങി വെച്ചു, അതൊക്കെ തീർന്നു പോയി. എത്രയോ സംസ്കാരങ്ങൾ ഇല്ലാതെ ആയിട്ടുണ്ട്, എത്രയോ പ്രസ്ഥാനങ്ങൾ തരിപ്പണമായി പോയിട്ടുണ്ട്. ഇത് തകർന്നിട്ടില്ലല്ലോ. ഇപ്പോ ചരിത്രത്തെ ആർക്കും ബലിയർപ്പണമുണ്ട്. ഈശോ വന്നത് ബലിയർപ്പിക്കാനാണ്. ഈശോ സ്വന്തം ശരീരവും രക്തവും നമുക്കായി നമുക്ക് ബലിവസ്തുവായി തന്നു. അവിടെ അപ്പത്തിന്റെ രൂപം സ്വീകരിച്ചു. 2021 വർഷമായി നിരന്തരം ലോകത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വഴിയത്തിന് എത്രയോ ബലിയർപ്പിക്കും, എത്രയോ ബലിയർപ്പണം നടന്നിരിക്കുന്നു, തീർന്നിട്ടില്ല, തീരുകയുമില്ല. അതുകൊണ്ട് ഇത് മനുഷ്യരാ തുടങ്ങിയതല്ല എന്നുള്ളത് വ്യക്തമാണ്. നമ്മുടെ ഗമാലിയേൽ പറഞ്ഞല്ലോ, മനുഷ്യരാ തുടങ്ങിയതാണെങ്കിൽ തീർന്നു വയ്ക്കുള്ളൂ, തീർക്കാമെന്നുള്ള ആരും പരിശ്രമിക്കില്ല, തന്നെ തീർന്നോളൂ. ഈ ദൈവത്താ തുടങ്ങിയതാണെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ, നമ്മൾ ഇതിന്റെ എല്ലാ പാത വെച്ചാലും ഇത് എങ്ങനെ തകർക്കാൻ നോക്കിയാലും തകരത്തില്ല. കാണുന്നത് സ്ഥാപിതമായത് ദൈവിക പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, യെരമ്യാ 31 വായിക്കുമ്പോൾ വ്യക്തമായും താൻ അപ്പത്തിന്റെ രൂപം സ്വീകരിക്കാനാണ് വന്നത് എന്ന് ഈശോ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്: നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൽഫലകളില് 10 പ്രമാണം കിട്ടി.
ഈ പ്രമാണം കിട്ടിയ പിതാക്കന്മാര് ആ പ്രമാണം ലംഘിച്ചു. പഴയ ദൈവത്തിൽ പ്രമാണം ലംഘിക്കുന്നു. ദൈവത്തിന്റെ പ്രമാണം 10 പ്രമാണം കൽഫലങ്ങളില്ല കൊടുത്ത് കല്ലിൽ കൊത്തുക എന്ന് വെച്ചാൽ അത് തീർന്നു പോകില്ല. അതൊരിക്കലും തകർന്നു പോകരുത്. അവിടെ കല്ലിൽ കുത്തി കൊടുക്കരുത്, തേണ്ടി മാഞ്ഞു പോകരുത്. മണലിൽ എഴുതിയാൽ ഒരു മഴ പെയ്യുമ്പോഴേക്കും അത് മാഞ്ഞു പോകും. ഇത് മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പിതാവാ ദൈവം പഴയ നിയമത്തിൽ കൽഫലങ്ങളിൽ 10 പ്രമാണം നൽകിയെങ്കിൽ അതവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചില്ല. അവരുടെ തലയിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവർ മറന്നുപോയി, അവർ ലംഘിച്ചു. അതുകൊണ്ട് ഞാൻ പുതിയൊരു ഉടമ്പടി ചെയ്യാൻ പോകുന്നു. ആ ഉടമ്പടി ഹൃദയ ഫലകങ്ങളിലാണ് എഴുതുന്നത്, അത് ഉള്ളിലാണ് നിക്ഷേപിക്കുന്നത്. ഹൃദയ ഫലകങ്ങളിൽ എഴുതി ഉള്ളിൽ നിക്ഷേപിക്കുന്ന ഒരു പുതിയ ഉടമ്പടിയെ കുറിച്ച് ഈശോയുടെ ഉടമ്പടിയെ കുറിച്ച് സൂചന യിരെമ്യാ പ്രവചനം 31 വായിക്കുമ്പോൾ കാണുന്നു. തുടർന്ന് അവിടെ വായിക്കുകയാണ്, അതുകൊണ്ട് ഇനി ദൈവ സ്നേഹത്തെ പ്രതി ആരെയും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഓരോരുത്തർക്കും അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടിക്കോളും. കാരണം ഇത് ഉള്ളിൽ എഴുതുകയാണ്. ഇത് ഹൃദയ ഫലകങ്ങളിലാണ് എഴുതുന്നത്, ഇത് ഉള്ളിലാണ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് ഇത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ ഉള്ളിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. പ്രിയമുള്ളവരോട് പറഞ്ഞു വരുന്നത്, പഴയ നിയമത്തിന്റെ ആരംഭം കാണുന്നു, മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം കാണുന്നു. ഇതിന്റെ ഒരു പൂർത്തീകരണമാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനം പറഞ്ഞു കഴിഞ്ഞു. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ഈശോയുടെ മഹത്വം നമ്മൾ ദർശിക്കുന്നത് ഈശോ മാംസം ധരിച്ചതിന്റെ പേരിലാണ്, മനുഷ്യനായി മാറിയതിന്റെ പേരിലാണ്, മനുഷ്യ രൂപം സ്വീകരിച്ചതിന്റെ പേരിലാണ് ദൈവത്തിന്റെ മഹത്വം മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ മാംസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് ഭക്ഷണമാണ്, കഴിക്കാനുള്ളതാണ്. ഇറച്ചി മാംസമായി മാറി, ഭക്ഷണമായി മാറാൻ യേശു വന്നു. അങ്ങനെ യേശു മാംസത്തിന്റെ രൂപം സ്വീകരിച്ചു, ഭക്ഷണത്തിന്റെ ആ ശൈലി സ്വീകരിച്ചു. ഇവിടെയാണ് നമുക്കറിയാം ഈശോ ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ഭക്ഷണ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്തിന്റെയും പിന്നിൽ വിശുദ്ധ കുർബാനയെ കാണുന്നത്. മാമൂസ കുർബാനയോട് കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പ്രവേശന അവകാശങ്ങളാണ്. അമ്മദീസ സ്വീകരിക്കുന്ന ഒരു കുഞ്ഞിന് കുർബാനയ്ക്ക് കൊടുക്കുന്നു, തിരുത്തിൽ ആ കർത്താവിനെ കൊടുക്കുന്നു, പരിശുദ്ധാത്മാവിനെയും കൊടുക്കുന്നു. അതുപോലെ സ്ഥൈര്യലേപനം കുർബാനയോട് കൂടിയാണ് നമ്മൾ നിർവഹിക്കുന്നത്. വിവാഹം വിശുദ്ധ കുർബാന പശ്ചാത്തലത്തിലാണ് പരികർമ്മം ചെയ്യുന്നത്. അതുപോലെ തിരുപ്പട്ടം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അങ്ങനെ ഈ കൂദാശകളുടെ എല്ലാം പിന്നിൽ, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ അപ്പത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പശ്ചാത്തലമുണ്ട്. ഈശോയുടെ ജീവിതത്തിൽ കാണുന്നതാണ്. പ്രധാനമായ 3 തലങ്ങൾ, അവസ്ഥകൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോ ചെയ്ത വലിയ കാര്യങ്ങൾ, താൻ എന്തിനാണ് വന്നത് എന്ന് പഠിപ്പിക്കുമ്പോഴൊക്കെ അവിടെ ഭക്ഷണ പശ്ചാത്തലം നമുക്ക് കാണാനാണ് സാധിക്കുന്നത്. ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്നത് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 31 വായിക്കുമ്പോഴാണ്. 3 വൈദ്യ പശ്ചാത്തലം ഞാൻ ചിത്രീകരിക്കും. 3 മത്തായിയുടെ മർക്കോസ് സുവിശേഷം ആദ്യം എടുക്കുന്നത്, പിന്നെ മത്തായിയെ കാണാം, പിന്നെ യോഹന്നാൻ സുവിശേഷം കാണാം. പ്രിയമുള്ളവരെ, മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 31 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഈശോയ്ക്ക് ശിഷ്യന്മാർക്കും വിശ്രമിക്കാൻ സമയമുണ്ടായിരുന്നില്ല. പലരും വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. അവിടെയാണ് ഈശോ പറഞ്ഞത്, വരുവിൽ നമുക്കല്പം വിശ്രമിക്കാം, വരുവിൽ നമുക്കല്പം വിശ്രമിക്കാം. ശിഷ്യന്മാർക്ക് വലിയ താല്പര്യമാണ്, വിശ്രമിക്കാൻ പോവല്ലേ, വഞ്ചിക്കയറി. അങ്ങനെ വഞ്ചിക്കയറി ഈശോയും ശിഷ്യന്മാരും വിശ്രമിക്കാനായിട്ട് ഗലീല തടാകത്തിന് മറുകരയിലേക്ക് പോകുമ്പോൾ, മറുകരയിൽ എത്തുമ്പോഴേക്കും സാധാരണ ജനം, ഈശോയ്ക്ക് 2 ഗ്രൂപ്പ് ഉണ്ടായി. 2 ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് അകത്തുള്ള ഗ്രൂപ്പ്, മറ്റൊരു ഗ്രൂപ്പ് പുറത്തുള്ള ഗ്രൂപ്പ്. ഈ അകത്തുള്ള ഗ്രൂപ്പായിരുന്നു അപ്പസ്തോലന്മാർ 12 പേര്. അവരെ കൂടെ ആയിരിക്കാനാണ് ക്ഷണിച്ചത്. അകത്തുള്ള ഗ്രൂപ്പാണ് നിരന്തരം കൂടെ ഉണ്ടായത്. മറ്റൊരു ഗ്രൂപ്പ് പുറത്തുള്ള ഗ്രൂപ്പാണ്. അവരിങ്ങനെ വചനം കേൾക്കാൻ വരും, അത്ഭുതങ്ങൾ കാണാൻ വരും, വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരികയും പോവുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, പുറത്തൊരു ഗ്രൂപ്പ്, ഇത് അകത്തുള്ള ഗ്രൂപ്പ്. ഈ അകത്തുള്ള ഗ്രൂപ്പുമായിട്ടാണ്
വഞ്ചി കയറി തടാകത്തിന് തീരെ അവിടെ അക്കരിക്ക് വിശ്രമിക്കാം. ഇപ്പോ ഈ സമയത്ത് പുറത്തുള്ള ഗ്രൂപ്പ് വിവരമാണ്. അവര് കരയിലൂടെ ഓടി, ഈ വഞ്ചിയില് ചെല്ലുന്നതിന് മുമ്പേ കരയിലൂടെ ഓടി ഈ പുറത്തുള്ള ഗ്രൂപ്പ് സാധാരണ ജനങ്ങൾ അവരാ ഇത് ചെല്ലുന്നതിന് മുമ്പേ അവിടെ എത്തിക്കഴിഞ്ഞു. കർത്താവിന് അവരെ കണ്ടപ്പോൾ അനുകമ്പ തോന്നി. അനുകമ്പ, ഒരു ആർദ്ര ഹൃദയം കർത്താവ് തോന്നി. കർത്താവ് അവരോട് സംസാരിക്കാതെ വിശ്രമിക്കാതെ പോയത് കർത്താവ് വിശ്രമം മറന്നുപോയി. ജനത്തെ കണ്ടപ്പോൾ കർത്താവ് എല്ലാം മറന്നു. ഈ പൊതുജനം വഴിയിലൂടെ അത് കടലിന്റെ തീരത്തിലൂടെ ഓടി, തടാകത്തിന്റെ തീരത്തിലൂടെ ഓടി സ്പീഡില് അവർ ചെല്ലുന്നതിന് മുമ്പേ എത്തിയതല്ലേ. നിങ്ങളെ കണ്ടപ്പോൾ കർത്താവ് അനുകമ്പ തോന്നി. കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സായാഹ്നമായപ്പോൾ അപ്പോസ്തലന്മാർ അകത്തുള്ളവർ ഇടപെട്ടു. അകത്തുള്ളവർ ഇവന്മാരെ പറഞ്ഞു വിടണം, ഇവരെ പറഞ്ഞു വിടണം. കാരണം വിശക്കുന്നില്ലേ, ഇവരെന്തെങ്കിലും കഴിക്കണ്ടേ. ഇനി ഇവിടെ ആയിരുന്നാൽ ഇവർ തളർന്നു വീഴും. അതുകൊണ്ട് ഇവരെ പറഞ്ഞു വിടണം. ഈശോ പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. പറഞ്ഞു വിടുവല്ല വേണ്ടേ, ഭക്ഷണം കൊടുക്കണം. അവരെ തടസ്സങ്ങളാണ് പറയുന്നത്. 3 തടസ്സം പറഞ്ഞു. 1, ഇത് വിജന പ്രദേശമാണ്. 2, സന്ധ്യാസമയമാണ്. 3, സാമ്പത്തികം. 200 തരാവയ്ക്ക് അപ്പം കൊണ്ടുവന്ന് ആർക്കും കൊടുത്താൽ ഇവർക്ക് തികയില്ല. സ്ഥലം വിജനമാണ്, അതുപോലെ സന്ധ്യയായി. 3 തടസ്സങ്ങൾ പറഞ്ഞ് അവരെ ഇങ്ങനെ നിൽക്കുമ്പോ കർത്താവിനറിയാം ഈ അപ്പമായി മാറാമെന്ന കർത്താവിന്റെ ആ മനോഭാവം, ആർദ്ര ഹൃദയം, അനുകമ്പ, ദിവ്യകാരുണ്യം. ആ കാരുണ്യം ഉള്ളിടത്ത് അത്ഭുതം ഉണ്ടാകും. ഇതാണ് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ അത്ഭുതം നടക്കുന്നത്. കരുണയുള്ളിടത്ത് അത്ഭുതം ഉണ്ടാകും. മനുഷ്യനോട് ഹൃദയത്തിൽ അനുകമ്പ തോന്നിയാൽ, ആർദ്ര തോന്നിയാൽ അവിടെ അത്ഭുതം. ഇല്ലെങ്കിൽ അത്ഭുതമൊന്നും ഇല്ല, ചെതറിപ്പോകും. നമ്മുടെ ഇന്ത്യനായ ശുശ്രൂഷയില് ഇതിന് മുമ്പേ ഞാൻ പറഞ്ഞതാണ്, ഡൈബോളിക് എന്ന് പറയുന്നത്, പൈശാചികം എന്ന് പറയുന്നത് ഭിന്നിപ്പിക്കാനുള്ളതാണ്. ഒരു കൂട്ടായ്മ ഉണ്ടായില്ല, തകർച്ചയിലേക്കാണ് നീങ്ങുന്നത്. ദൈവികം എന്ന് പറയുന്നത് അത് കൂട്ടിച്ചേർക്കുന്നതാണ്, കൂട്ടായ്മയാണ്. അപ്പൊ ദൈവികതയില് ആർദ്രതയും അനുകമ്പയും ക്ഷമയും സ്നേഹവും അതുപോലെയുള്ള താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവും. മകളുടെ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഉമ്മാരെ പറഞ്ഞു വിടും. ഉമ്മാരെ വയസ്സായി ശല്യമാണ് ഇവര്. ഒഴിവാക്കി വീട് തടസ്സങ്ങളാ പറയുന്നത്. കർത്താവ് തടസ്സം പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു ഇവർക്ക് എന്തെങ്കിലും കൊടുത്തു വിടണം. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? വലിയ കാര്യവിഷ പഠിപ്പിക്കുക. ശിഷ്യന്മാർ എന്തിനാണ് ക്ഷണിച്ചത്? ഈ അകത്തുള്ള ഗ്രൂപ്പിനെ കർത്താവ് എന്തിനാണ് തെരഞ്ഞെടുത്തത്? അത് വലിയ യാക്കോബും യോഹന്നാനൊക്കെ ചോദിച്ചു. ഇടതും വലതും ഇരിക്കാൻ അനുവാദം തന്നെ. സെബദീ പുത്രന്മാര് അമ്മ ഒന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നിന്റെ സിംഹാസനത്തിന്റെ ഇടത് സൈഡിലും വലത് സൈഡിലും എന്റെ മക്കൾക്ക് വലിയ സിംഹാസനാരൂഢനായിരിക്കുമ്പോൾ, അവർക്ക് പ്രതാപശാലിയായിട്ടിരിക്കുമ്പോൾ അവരാണ് അങ്ങനെ അടുത്തുണ്ടാകേണ്ടത്. ഇത് കേട്ട് ബാക്കി 10 പേർക്ക് അസൂയ തോന്നി. അവിടെ കലഹമുണ്ടാവുകയാണ്. ഇവിടെയാണ് ശിഷ്യന്മാരെ വലിയൊരു സത്യം പഠിപ്പിക്കുകയാണ്. എന്തിനാണ് ഈ അപ്പസ്തോലന്മാരെ അകത്തുള്ള ഗ്രൂപ്പിനെക്കാൾ തെരഞ്ഞെടുത്തത്? അത് മറ്റൊന്നിനുമല്ല, പുറത്തുള്ള ഗ്രൂപ്പിന് വേണ്ടി മുറിയാൻ വേണ്ടിയിട്ടാണ്. സമർപ്പണം, കുർബാനയായി മാറാൻ വേണ്ടിയിട്ടാണ്. കുർബാനയായി മാറുക. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 5 അപ്പവും 2 മീനുമുണ്ട്. അവരെ ചെറുതാണെല്ലാം കരുതിയിട്ടുണ്ട്. അവരവരുടെ പോക്കറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ സഞ്ചിയിലുണ്ട്. ഇതൊക്കെ അവർക്കറിയാം കാര്യങ്ങളൊക്കെ. 5 അപ്പവും 2 മീനുമുണ്ട്. എടുക്കാൻ കർത്താവ് അവരുടെ സഞ്ചിയിൽ നിന്ന് അവർക്കായി കരുതി വെച്ചിരുന്ന 5 അപ്പവും 2 മീനും എടുത്ത് കർത്താവിന്റെ കയ്യിൽ. കർത്താവ് 5 അപ്പവും 2 മീനും ദിവ്യകാരുണ്യം, കരുണയോടുകൂടി, ആർദ്രതയോടുകൂടി, സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി ഈ 5 അപ്പം വാഴ്ത്തി. വാഴ്ത്തുക എന്ന് വെച്ചാൽ നല്ലത് പറയാമെന്നാണ് അർത്ഥം. നല്ലത് പറഞ്ഞു പഠിക്കണം. അവയുടെ രംഗത്തൊക്കെ എനിക്കറിയാം. നമ്മളെല്ലാം എങ്ങനെ അത്ഭുതം നടക്കുന്നേ, എവിടെ അത്ഭുതം നടക്കുക, എത്രയോ അത്ഭുതം കണ്ടിരിക്കും. ഇപ്പൊ സാമ്പത്തികമായി തകർന്ന് പരിദേവനമായി ആത്മഹത്യ പ്രവണതയുമായി വരുന്നവന് പൈസ കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം തരും. കർത്താവുകളെ അത് വാഗ്ദാനമാണ്. 8800 വാഗ്ദാനം ബൈബിളിലുണ്ട്. ആരെങ്കിലും പറയണ്ടേ? 8800 വാഗ്ദാനങ്ങൾ ബൈബിളിൽ കിടക്കുകയാണ്. ഈ വാഗ്ദാനം വായിച്ചിട്ട് നമ്മുടെ നാക്കുകൊണ്ട് നമ്മളൊരു അനുഗ്രഹം പറയാനല്ല പലപ്പോഴും. ശാപം
ശാപവാക്കുകൾ പറയും. ഗുണം പിടിക്കില്ല, ശരിയാകില്ല, തട്ടിപ്പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ തട്ടിപ്പോകുള്ളൂ. നമ്മുടെ നാവിന് ശക്തിയുണ്ട്, പവറുണ്ട്, സംസാരത്തിന്, വാക്കിന്. അതുകൊണ്ടാണ് ഹിറ്റ്ലറൊക്കെ ഫയർ എന്ന് പറഞ്ഞാൽ പണ്ട് ആൾക്കാർ വെടിവെക്കുമായിരുന്നു. നെപ്പോളിയനൊക്കെ മാർച്ച് എന്ന് പറഞ്ഞാൽ ആൾക്കാർ മാർച്ച് ചെയ്യും. വാക്കുകൾക്ക് പവറുണ്ട്. അങ്ങനെയല്ലേ കൽപ്പിക്കുന്നേ നേതാക്കന്മാർ, പട്ടാളക്കാര്, മേലുദ്യോഗസ്ഥന്മാര്. ഒരു വാക്ക് പറഞ്ഞാൽ കീഴുദ്യോഗസ്ഥന്മാർ അനുസരിച്ചിരിക്കും. വാക്കിന്റെ പവറാണത്. യേശു ഈ 5 അപ്പത്തെയും 2 മത്സ്യത്തെയും നോക്കിക്കൊണ്ട് നല്ലത് പറഞ്ഞു, വാഴ്ത്തുക. ഇത് കുർബാനയുടെ ഭാഗമാണിത്. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടും വേദനിച്ചും ഭാരപ്പെട്ടും വരുന്നവരെ നമുക്ക് ഉണ്ടെങ്കിൽ സഹായിക്കണം. ഇല്ലെങ്കിൽ നല്ല വാക്ക് പറയാൻ പറ്റുകയല്ലേ. മത്തരേസ പറയുന്നുണ്ട്, ചിരിക്കാൻ പറ്റുകയല്ലേ. ഇത് കുർബാനയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഫ്രാൻസിസ്കാർക്കാർ പറഞ്ഞത്, ചിരിക്കാത്ത ക്രിസ്ത്യാനി നീ ക്രിസ്ത്യാനിയല്ല, ചത്ത ക്രിസ്ത്യാനിയാണ്. മശാല മനസാക്ഷിക്കാരാണ്. സെമിത്തേരിയുടെ മനഃശാസ്ത്രം എന്താ? മൂഹത. ഏകാന്ത തലം കെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് മാതാവ് പറയും മമ്മിയാണ്. മമ്മി ഈജിപ്തില് രാജാക്കന്മാര് മരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ പെരുമടുണ്ടാക്കി അതിനകത്ത് ഈ ബോഡി ഉണക്കി വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ജീവൻ മനുഷ്യൻ കണ്ടുപിടിച്ച് അതിന് രഹസ്യം കണ്ടുപിടിച്ച് മനുഷ്യന് ജീവൻ കിട്ടുവാണെങ്കിൽ, അതിന്റെ രഹസ്യം കിട്ടുവാണെങ്കിൽ അത് ഇവരെ ജീവിപ്പിക്കാമോ. അതുകൊണ്ട് മമ്മി എന്ന് പറയുന്നത് ഉണങ്ങി വെച്ച ശവശരീരം. ഈ മിക്കവാറും ഞാൻ കുറ്റം പറയുകയല്ല, പള്ളി വരുന്നവര്, കുർബാനയിൽ പങ്കെടുക്കുന്നവര് മരിച്ച വിശ്വാസികളെ പോലെ ഉണങ്ങിയ ശവശരീരം പോലെ ഒരു ചിരിക്ക് പോലും ചെയ്യാതെ, ഒരു സൗഹാർദ്ദതയില്ലാതെ, അനുകമ്പയും ആർദ്രതയും ഇല്ലാതെ വന്നതിനേക്കാൾ ക്ഷീണിച്ചു പോകും. പലർക്കും മടുപ്പാണ് കുർബാന. എപ്പോ തീരും, അല്പം നീണ്ടാൽ ഭയങ്കര പ്രശ്നമാണ്. ഈ കുർബാനയുടെ മുഖവരിയാണ് ജപമാലയൊക്കെ അല്പം നീണ്ടാൽ ഭയങ്കര ടെൻഷനാണ്. വാച്ച് നോക്കി പലരും പറയും പള്ളിയിൽ ക്ലോക്ക് വെക്കണം, ദീപാനുഗ്രഹം ഈ പള്ളിയിൽ ഇതുവരെ ആരും ആവശ്യപ്പെട്ടില്ല, പള്ളിയിൽ ക്ലോക്ക് വെക്കണം. ക്ലോക്ക് വേണം. ആൾക്കാരുടെ മുകളിൽ അച്ഛനും വേണം ക്ലോക്ക്. ആറവാദത്തിന്റെ മുമ്പിൽ വെക്കണം. ഇതിനാണ് കൃത്യമായും പാലിച്ചിരിക്കണം. 1 മിനിറ്റ് മുമ്പോട്ട് പോയാൽ ടെൻഷനാണ്. ഈ സമയത്താത്ത ക്രിസ്ത്യാനി, സന്തോഷമില്ലാത്ത ക്രിസ്ത്യാനി, സെമിത്തേരി ബാക്ക്ഗ്രൗണ്ടിന്റെ ആ മനഃശാസ്ത്ര ക്രിസ്ത്യാനി മാർപ്പാപ്പ പറയുന്നതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ, പ്രിയമുള്ളവരെ, കർത്താവ് വാഴ്ത്തി നല്ലത് പറഞ്ഞു, സന്തോഷം പ്രകടിപ്പിച്ചു. ഇത് മതി. ഈ 5 അപ്പവും 2 മത്സ്യവും. പുരുഷന്മാർ 5000, സ്ത്രീകളും കുട്ടികളും അതിലേറെ. തികയും. എങ്ങനെ തികയും? എന്താ തികയ്ക്കുന്നേ? എല്ലാം ഉണ്ടെങ്കിലും തികയുന്നില്ല പലർക്കും. പക്ഷെ ഒന്നുമില്ലാത്തടത്ത് തികയുന്നുണ്ട്. പണ്ടൊരു ഭിക്ഷക്കാരനോട് ചോദിച്ചു, സുഖമാണോ? ആരോടെ മെസ്സേജ് വായിച്ചതാ. ഭിക്ഷക്കാരൻ ചിരിച്ചു കാണിക്കും. എനിക്ക് മനസ്സിലായി സുഖമാണെന്നുള്ളത്. ഭിക്ഷക്കാരൻ ചിരിക്കും, അവന് സുഖമാണ്. അല്ലാത്തവർ ചിരിക്കുകയില്ല, മുതലാളിമാർ ചിരിക്കുകയില്ല, ചിരിക്കാൻ അറിയത്തില്ല. ഇങ്ങനെ ദുഃഖിച്ചിരിക്കും, എഴുതിരിക്കും. പറഞ്ഞു വരുന്നത് ഈശോ വാഴ്ത്തി, ബ്ലസ് ചെയ്തു, അനുഗ്രഹിച്ചു, സന്തോഷം പ്രകടിപ്പിച്ചു, മതി എന്ന് പറഞ്ഞു. ഇത് ദൈവത്തെ നോക്കി, പിതാവിനെ നോക്കി, മുടിലേക്ക് നോക്കി, കണ്ണുകൾ ഉയർത്തി, അപ്പം വാഴ്ത്തി, എന്നിട്ട് മുറിച്ചു. ഈശോ മുറിക്കുകയാണ്. ശിഷ്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ശിഷ്യന്മാരുടെ വിളമ്പാൻ പന്തിയായിട്ട് ഇരുത്തി. അവർ വിളമ്പന്തോറും വർദ്ധിച്ചുകൊണ്ടിരുന്നു. കണ്ടോ? സ്നേഹമുള്ളിടത്ത്, ആർദ്രതയുള്ളിടത്ത്, കാരുണ്യവും കരുണയും ഉള്ളിടത്ത്, പങ്കുവയ്ക്കാൻ മനോഭാവമുള്ളിടത്ത്, സ്വയം സമർപ്പിച്ചു കഴിയുമ്പോൾ അപ്പസ്തോലന്മാരുടെ അപ്പമെടുത്ത് 5000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിൽക്കുന്നിടത്ത് അത് പെരുകാൻ തുടങ്ങി. മുറിയുന്നതനുസരിച്ച് ജീവൻ വെച്ചുകൊണ്ടിരുന്നു. കുമാര സഹനമുള്ളിടത്താണ് ജീവൻ ഉണ്ടാകുന്നത്. മുറിയുന്നതനുസരിച്ചാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും മുറിയാൻ തയ്യാറില്ല. വേദന വേണ്ട. ഒന്നും സുഖ രീതികളാണ്. എല്ലാ തലത്തിലും എവിടെ വേദനിക്കണം. പണ്ടൊക്കെ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കുടുംബാന്തരീക്ഷമൊക്കെ പറഞ്ഞാൽ വെള്ളം കെട്ടിക്കോറാൻ വെള്ളം പറമ്പിൽ വെള്ളം ഇല്ലായിരുന്നു. അയൽവാക്കാരുടെ കിണറ്റിൽ പോയി 1 കിലോമീറ്റർ വിറക് എവിടെയെങ്കിലും പറമ്പിൽ പോയി എവിടെന്നെങ്കിലും മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അകരി നനഞ്ഞു. അടുപ്പ്, ഗ്യാസുണ്ടോ?
എന്റെ ചെറുപ്പത്തിൽ ഓർക്കുന്നു, എല്ലാ കാര്യങ്ങളും കഠിനാധ്വാനമായി. ഇന്നിപ്പോ സുഖിട്ടല്ല ഓക്കെയാണ്. ഇന്ന് എല്ലാ ഭക്ഷണവും നമുക്കറിയാം, എവിടത്തെങ്കിലും പാചകം വന്നാൽ മതി, വളരെ ഈസിയായ ജീവിതം. അപ്പൊ അതനുസരിച്ച് ഐശ്വര്യം കുറയുന്നുണ്ട്, സന്തോഷം കുറയുന്നുണ്ട്, സമാധാനം കുറയുന്നുണ്ട്. അപ്പൊ ഈശോ അവരുടെ അപ്പം വാഴ്ത്തി മുറിച്ച് അവരെ തന്നെ ഏൽപ്പിച്ചു. വിളമ്പാൻ പറഞ്ഞു, വിളമ്പുന്നതോടും അപ്പം വർദ്ധിച്ചു. കുർബാന, ഇതാണ് സഭയുടെ ഐശ്വര്യം. സഭയുടെ ഐശ്വര്യം ഈ കുർബാന തന്നെയാണ്. ഈ കുർബാന സ്വീകരിക്കുന്നവര് കൂട്ടായ്മയായി സഭയില് മുറിയാൻ തയ്യാറാകുന്നു, സമർപ്പിക്കാൻ തയ്യാറാകുന്നു, യേശുവിന്റെ മനോഭാവം ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് സഭ ഇന്നും നിലനിൽക്കുന്നത് വേറെ ഒരു പവർ കൊണ്ടുമല്ല, നമ്മൾ കുർബാനയുടെ ശക്തി കൊണ്ടാണ്, കുർബാനയുടെ ചൈതന്യം കൊണ്ടാണ് സഭ നിലനിൽക്കുന്നത്. ഇത് മറ്റുള്ള ആർക്ക് രഹസ്യം മനസ്സിലാകില്ല. ഈ കുർബാനയാണ് ഇതിന്റെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത്. മുറിയുക, അപ്പസ്തലന്മാരുടെ അപ്പം മുറിച്ചു, ഈശോ മുറിച്ചു, അവരെ കൊടുത്തു, വാഴ്ത്തി മുറിച്ചു കൊടുത്തു, അവർ വിളമ്പത്തോട് വർദ്ധിച്ചിട്ടോ എല്ലാവർക്കും തൃപ്തിയായി. എവിടെ തൃപ്തി? മനഃശാസ്ത്രപരമായി തൃപ്തി വരുമോ? ടെക്നിക്കൽ പോയിട്ട് തൃപ്തി വരുമോ? യോഗ കളിച്ചാൽ തൃപ്തി വരുമോ? അല്ല കുംഭു കളിച്ചാൽ തൃപ്തി വരുമോ? ശാരീരിക അഭ്യാസത്തെ കുറിച്ച് നല്ലതാന്നൊക്കെ തോന്നി, കുറച്ചൊക്കെ നല്ലതാണ് ശാരീരിക അഭ്യാസം. പക്ഷെ ആത്മീയമാണ്. തിമോത്തിക്കുള്ള 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 6 തുടങ്ങി വായിക്ക്. 1 തിമോത്തി 4:6 തുടങ്ങി വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ശാരീരികമായ അഭ്യാസം വളരെയൊക്കെ നല്ലതാണ്. പക്ഷേ ആത്മീയ അഭ്യാസമാണ് ഏറ്റവും നല്ലത്. ആത്മീയത, ഈ കുർബാനയുടെ ചൈതന്യം, അതാണ് നല്ലത്. കാരണം ശാരീരിക ട്രെയിനിങ് ഈ ഭൂമി കൊണ്ട് തീരും, ഈ ഭൂമിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആത്മീയ അഭ്യാസം, ആത്മീയ ചൈതന്യം, അത് സ്വർഗത്തിലെത്തിക്കുന്നതാണ്, അത് പരലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് അതിനാണ് ഊന്നൽ കൊടുക്കേണ്ടതെന്ന് പൗലോസ് പറയുന്നു. ഇന്ന് മുഴുവൻ ശാരീരിക അഭ്യാസമാണ്. ഈ ഭൂമി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകൾ, ട്രെയിനിങ്ങുകൾ, സെമിനാറുകൾ, അതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലങ്ങൾ, അതിനുവേണ്ടി നെട്ടോട്ടമോടുന്നു, അതിന് IELTS പാസ്സാകുന്നു, OET പാസ്സാകുന്നു, അതുപോലെ ഭാഷ പഠിക്കുന്നു, എന്തെല്ലാം തത്രപ്പാടുകൾ, ജോലി മേഖലകൾ. ആത്മീയതയ്ക്ക് വേണ്ടിയോ? ഇന്ന് കുർബാന വിട്ടുപോകല്ലേ? തിരക്ക് കാരണം പിള്ളേർ പോകണ്ട. ഈ പഠനം, കുർബാന വേണ്ട, ഉപസാരം വേണ്ട, ഉദാശനം വേണ്ട. പൗലോസ് പറയുന്നുണ്ട്, ശാരീരികമായും ഭൗതികമായും ഈ ലോകത്തിൽ നല്ലതാണ്. പക്ഷെ അപ്പുറത്തേക്ക് ലോകമുണ്ടല്ലോ, അതിലേക്ക് എന്നതാ കൊണ്ടുപോകുന്നേ? അതിന്റെ അച്ചാരമാണ്, അതിന്റെ ഭക്ഷണമാണ് ഈ കുർബാനയുടെ ചൈതന്യം എന്ന് പറയുന്നത്. കുർബാന പശ്ചാത്തലം ഞാൻ പറഞ്ഞു വരുന്നത്, 12 കൊട്ട നിറയെ മിച്ചം വന്നു. 12 കൊട്ട നിറയെ മിച്ചം വന്നു. ഓരോ അപ്പസ്തോലനും ഓരോ കൊട്ട വീതം കൊണ്ടുപോകാൻ പറ്റി. കർത്താവിന് ആവശ്യമില്ല, കർത്താവ് വാങ്ങാൻ വന്നതാണ്. അപ്പം നമ്മളെ തീറ്റാൻ വന്നതാണ്, കൊണ്ടേ തിന്നോളാൻ പറഞ്ഞു. പിന്നെ ഓരോ കൊട്ട നിറയെ മിച്ചം വന്നു, കൊണ്ടുപോയി. ഈശോ വചനം നാമം ധരിച്ചു വന്നവനാണ്. അവൻ ഭക്ഷണം തന്നെയാണ്, അവൻ തൃപ്തിക്കുറവൊന്നുമില്ല. നിങ്ങൾ കഴിച്ച് തൃപ്തിപ്പെടും. കർത്താവിന് ക്ഷീണമൊന്നുമില്ല, അവൻ അപ്പം തന്നെയാണ്. അതുകൊണ്ട് അവനെ വിശുദ്ധ കുർബാന തന്നെയാണ്. വലിയ അപ്പകനാണ് കർത്താവ്. ആ ബലി അർപ്പിച്ചു. അത് അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചു. ഈ കുർബാനയുടെ ചൈതന്യം, അതിനാണ് താൻ വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു പഠനം, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 9 വായിക്കുന്ന കാലം. 9 മുതൽ ഈശോ എന്തിനു വന്നു? ഈശോയുടെ വരവിന്റെ രഹസ്യമെന്ന ലക്ഷ്യം എന്താണ്? അത് മത്തായിയെ വിളിക്കുന്ന സന്ദർഭമാണ്. ചുങ്കസ്ഥലത്ത് മത്തായി ഇരിക്കും. അവരെ കടന്നുപോയി, മത്തായിയെ കണ്ടു, ഇനി അനുഗമിക്കാൻ പറഞ്ഞു. മത്തായി അനുഗമിച്ചു. തിടുക്കത്തി മത്തായി കൊടുക്കും, ചുങ്കം പിരിവുക. എങ്ങോട്ടാ പോയത്? മത്തായിയുടെ വീട്ടിൽ ചെന്നിട്ട് പ്രിയ കാപ്പിയൊക്കെ അനത്തി, പ്രിയ ഭക്ഷണം, സ്നാക്സ്, പുതിയ പലകാലമൊക്കെ ഉണ്ട്. അതൊക്കെ അപ്പസ്തോലന്മാരും ഈശോയും കൂടി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് ചുങ്കക്കാരും പാപിയും വിവരമാണ് പാവപ്പെട്ട മനുഷ്യൻ. അവർ ഓടിക്കും. അവരും കൂടെ ഇതിന്റെ കൂടെ ഇതിനൊക്കെ എടുക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അവർ ചെറിയ ടൈംപാസ് പശ്ചാത്തലം ഇതിന് തീനും കൂടിയും ഭക്ഷണം കഴിക്കുക. അപ്പൊ ഈശോ ഈ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് അറിഞ്ഞിട്ട് പരിസയിലും അവരെല്ലാം ഓടിക്കൂടി, ലോക പ്രമുഖന്മാരൊക്കെ ഓടിക്കൂടി, വലിയ സ്റ്റാൻഡേർഡ് പാർട്ടീസ് ഓടിക്കൂടിയിട്ട് പറഞ്ഞു, ഇവനാരാണ്? പ്രവാചകനാണ്, പുരോഹിതനാണ്. ഇവൻ ഈ പാപികളുടെ ഭക്ഷണം കഴിക്കുന്നത് എന്തുകൊണ്ടാണ്?
വലിയ സത്യം. ബൈബിളിന്റെ രത്ന ചുരുക്കം പ്രിയമുള്ളവരെ ഈശോ വെളിപ്പെടുത്തി. ഞാൻ വന്നിരുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. ഞാൻ വന്നത് പാപികളെ തേടിയാണ്, നീതിമാന്മാരെ തേടിയല്ല. രോഗികൾക്കാകാൻ വൈദ്യനെക്കൊണ്ട് ആവശ്യം ആരോഗ്യമുള്ളവർക്കല്ല. കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ബലിയല്ല. ചുമ്മാ ബലിയാർപ്പിച്ചൊരു കാര്യമുണ്ടോ? കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് കൊണ്ട് ആചാര അനുഷ്ഠാനങ്ങൾ ഹൃദയമില്ലാതെ, സ്നേഹമില്ലാതെ, ആർദ്രതയില്ലാതെ എന്ത് ചെയ്തിട്ട് എന്നാ ഉപകാരം? കുറെ കൊടുത്തു, ശരിയാ, പക്ഷെ ഒരു കയ്യൊപ്പില്ല, സ്നേഹത്തിന്റെ ഹൃദയ സ്പർശനമില്ല. അതുള്ളിടത്ത് ഐശ്വര്യം ഉണ്ടാവും. അത് സ്നേഹത്തിന്റെ അന്തരീക്ഷമാണ്. നമുക്കൊന്ന് പണ്ടൊരു അമ്മയുടെ മക്കള് സമ്മാനങ്ങളെ കൊടുത്തു. വലിയ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ബുദ്ധിരാക്ഷസന്മാർ, ബെടാ സമ്മാനങ്ങൾ കൊടുത്തു. വലിയ ഫ്രിഡ്ജും അതുപോലെ വലിയ ടിവിയും അതുപോലെ സ്വർണ്ണമാലയും മോതിരും ഒക്കെ സമ്മാനമാണ്. ഈ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക. അപ്പൊ അതിനകത്തൊരു മംഗളബുദ്ധി അരപ്പൊട്ടൻ ഒരു ചെറുക്കനുണ്ടാവും. വിദ്യാഭ്യാസമില്ല, അവന്റെ ഹോബി എന്താ? അവൻ നോക്കിപ്പോ ഈ അമ്മയ്ക്കെല്ലാം സമ്മാനം കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ പിടിക്കുന്നു, അമ്മ ചിരിക്കുന്നു. ഇവനൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇവനെന്നാ കൊടുക്കണേ? ഇവന്റെ ഒരു ഹോബി ഉണ്ടായി. അരബുദ്ധി പൊട്ടനാണല്ലോ. ഇവന് ചിത്രശലഭം, പൂമ്പാറ്റയെ പിടിക്കും. കാരണം സൂചി കൊണ്ടൊന്ന് കുത്തി കഴിഞ്ഞിട്ട് അതിനെ ഉണങ്ങി അവനിങ്ങനെ ആൽബം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറെ കാലത്തായി പൂമ്പാറ്റ. അതിനെ എല്ലാവരും ഒരു ബുക്കിനകത്തേക്ക് ഒപ്പിച്ച് വെച്ച് ഇങ്ങനെ ശേഖരിച്ച് അവന്റെ ഒരു ഹോബിയാണ്. അങ്ങനെ അവനെ കുറെ ഒരു ആൽബം ഉണ്ടായി. ഇവൻ ഓടിച്ചെന്ന് അതിനകത്ത് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂമ്പാറ്റയെ എടുത്തുകൊണ്ട് വന്ന് അമ്മയ്ക്ക് സമ്മാനം കൊടുത്തു. ഈ സമ്മാനം സ്വീകരിച്ചപ്പോൾ അമ്മ കരഞ്ഞു. വലിയ ബെടാപ്പാർട്ടിയുടെ സമ്മാനം സ്വീകരിച്ചപ്പോൾ അമ്മ ചിരിച്ചു. എന്താ? ഇത് അമ്മയുടെ ഹൃദയത്തെ സ്പർശിച്ചു. തന്റെ പൊട്ടൻ ചെറുക്കൻ, ഇച്ചിരി ബുദ്ധി കുറഞ്ഞവൻ, അവൻ സമർപ്പിച്ചത് അവന്റെ ഹൃദയത്തെയാണ്. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂമ്പാറ്റയെ അവന്റെ ആൽബത്തിൽ എടുത്തുകൊണ്ട് വന്ന് അമ്മയ്ക്ക് സമ്മാനം കൊടുത്തപ്പോൾ അമ്മയുടെ കണ്ണു നിറഞ്ഞു. അത് ഹൃദയത്തിൽ നിന്ന് വന്നതാണ്, മറ്റേത് ബുദ്ധിയിൽ നിന്ന് വന്നതാണ്. ഇതാണ് ഹൃദയത്തിൽ നിന്ന് വരുന്നതുണ്ട്, ബുദ്ധിയിൽ നിന്ന് വരുന്നതുണ്ട്. ഇത് ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ടാണ് ആഗസ്തീനോസ് പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമാന്മാർക്ക് കുർബാന മനസ്സിലാവില്ല, വലിയ ചിന്തകന്മാർക്ക് രഹസ്യം മനസ്സിലാവില്ല. കാരണം ദൈവം ഇറങ്ങി വന്നു. ദൈവ മേഖല വിട്ട്, മനുഷ്യമണ്ഡലം വിട്ട്, മൃഗമേഖല വിട്ട്, ധാതു മണ്ഡലം വിട്ട് ജൈവ മണ്ഡലത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നത് ബുദ്ധി കൊണ്ട് കിട്ടില്ല, അത് ഹൃദയം കൊണ്ടേ കിട്ടത്തുള്ളൂ. അത് ഹൃദയം കൊണ്ട് കിട്ടിയത് കൊണ്ടാണ് ഫ്രാൻസിസ് അസീസി ഭ്രാന്തനെ പോലെയായി മാറിയത്. അസീസിയെ കർത്താവ് ഭ്രാന്തെന്നാ വിളിച്ചത്. അസീസി കർത്താവിനെ മുഴുഭ്രാന്തെന്നാ വിളിച്ചത്. മുഴുഭ്രാന്ത ഇത്. അതിരാവിലെ എഴുന്നേറ്റ് ഈ തണുപ്പത്ത് കുർബാനയ്ക്ക് വരിക എന്ന് വെച്ചാൽ ഭ്രാന്തല്ലേ? ബുദ്ധിമാന്മാരിലൊക്കെ പറഞ്ഞു 8-10 മണിക്കൂർ വരെയൊക്കെ രാവിലെ വലിയ വിവരമുള്ളവര്, വിദ്യാഭ്യാസമുള്ളവരൊക്കെ ലേറ്റായിട്ട് കിടക്കും, താമസിച്ച് എഴുന്നേക്കും. ബുദ്ധിയില്ലാത്തവരോ നേരത്തെ കിടക്കും, നേരത്തെ എഴുന്നേക്കും. അവരൊക്കെ പള്ളി വയ്ക്കും, അവര് കുർബാനയിൽ പങ്കെടുക്കും, അവര് കുർബാനയായി മാറും. അങ്ങനെ വലിയ ബുദ്ധിമാന്മാർക്ക് ഇതിന്റെ രഹസ്യം പിടികിട്ടില്ല. ഇത് അല്പം ബുദ്ധി കുറഞ്ഞവർക്കേ മനസ്സിലാവുകയുള്ളൂ, ഹൃദയത്തിന്റെ ഭാഷ. അതുകൊണ്ട് ഈശോ അതുകൊണ്ട് ആത്മാവിൽ ആനന്ദിച്ചത്. ലൂക്കായുടെ സുവിശേഷത്തില് 10-ാം അധ്യായത്തിന്റെ 27 തുടങ്ങി വായിക്കുമ്പോൾ കാണും. ലൂക്ക 10-ന്റെ 27 തുടങ്ങി 21 തുടങ്ങി, ലൂക്ക 10-ന്റെ 21 തുടങ്ങി വായിക്കുക. ഈശോ സന്തോഷിച്ചു, ആത്മാവിൽ ആനന്ദിച്ചു. പിതാവ് ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്ന്, വിവേകളിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ആനന്ദിച്ചുകൊണ്ട് കർത്താവ് സ്തുതിക്കുകയാണ്. ഇതെല്ലാം ബുദ്ധിമാന്മാരിൽ വിവേകളിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ശിശു അറിയാലോ, വലിയ ബുദ്ധിയുടെ പ്രവർത്തനമല്ല, ഹൃദയത്തിന്റെ പ്രവർത്തനമാണത്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, കരുണയാണ് ആഗ്രഹിക്കുന്നത്, ബലിയല്ല ആഗ്രഹിക്കുന്നത്. കരുണ കാണിക്കണം. ഈശോ വന്നതിന്റെ രഹസ്യം, ലക്ഷ്യം വെളിപ്പെടുത്തിയത് ഈ മത്തായിയുടെ വീട്ടിലെ ഭക്ഷണം കഴിച്ച പശ്ചാത്തലത്തിലാണ്. ഏറ്റവും വലിയ രഹസ്യമാണ് വെളിപ്പെടുത്തിയത്. പാപികളെ തേടി വന്നു. നമുക്കല്ല, നീതിമാന്മാര്. യേശുവിന് പാപികളെ വേണ്ടിയിരുന്നേ. അതുകൊണ്ടാ പാവപ്പെട്ട പാപികളുടെ കൂടെ കർത്താവ് കഴിഞ്ഞത്. ഒറ്റി കൊടുത്തവനൊക്കെ ഈശോ 30 കൊല്ലക്കാരൻ 3 കൊല്ലക്കാരൻ കൂടെ കൊണ്ടാണ് യൂദാസിനെ സ്നേഹിത എന്നാ വിളിച്ചത്. പത്രോസിനെ
കലങ്ങിയ കണ്ണുകൊണ്ട് നോക്കി മാനസാന്തരത്തിലേക്ക് ആനയിച്ചു. തോമാശ്ലീഹ ഉപേക്ഷിച്ചു പോയി, അവിശ്വാസം പ്രകടിപ്പിച്ചു. വിരലിൽ മുറിവിലിടുന്ന കൈ പാശത്ത് വെക്കണം, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഉപേക്ഷിച്ചവരെ അപേക്ഷിച്ചു നിന്നു കർത്താവ് രക്ഷിച്ചെടുത്തു. ഇവിടെയൊക്കെയാണ് കർത്താവിന്റെ കരുണ പ്രകടിപ്പിക്കുന്നത്, വെളിപ്പെടുത്തലൊക്കെ വരുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ മത്തായിയുടെ അധ്യായത്തിൽ ഒന്നുകൂടി കാണുമ്പോൾ പശ്ചാത്തലത്തിൽ ഈശോ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. മറ്റൊന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ ഒന്നുകൂടി വായിക്കുമ്പോൾ കാണുന്ന കാര്യമാണ്. പത്രോസിനെ മാർപ്പാപ്പയാക്കി. അത് 1:14 വരെ നമ്മുടെ കുടുംബജീവിതത്തിന്റെ ക്ലാസ്സിൽ കാണിച്ചതാണ്. ഇന്ന് 15 മണിക്ക് കാണാം. 15 മണിക്ക് കാണുന്നത് അപ്പമെടുത്ത് കൊടുത്തു, മീനെടുത്ത് കൊടുത്തു, വയറ് നിറഞ്ഞു. എല്ലാവരുടെയും അപ്പമായി മാറി കർത്താവിന് അപ്പം കൊണ്ടുവന്നു, മീൻ കൂട്ടിവെച്ചു. മീനും കൊണ്ട് അതെല്ലാം ചൂടാക്കി എടുത്ത് കൊടുത്തിട്ട് പത്രോസിനോട് ചോദിക്കുകയാണ്, നീ ഇനി എന്നെ സ്നേഹിക്കുന്നുവോ? ചുമ്മാ ആരും സ്നേഹിക്കുകയല്ല, ഭക്ഷണം കൊടുക്കണം, അപ്പം കൊടുക്കണം. അവിടെ പിള്ളേരെയൊക്കെ കുർബാനയുടെ ചൈതന്യം പഠിപ്പിച്ചാലേ മാതാപിതാക്കളെ സ്നേഹം കിട്ടത്തുള്ളൂ. ഈ സമർപ്പണത്തിന്റെ ആശയം ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ മുതൽ അമ്മയും അപ്പനും കുടുംബജീവിതം നയിക്കുന്നവര് തീർച്ചയായും അവര് കുഞ്ഞുങ്ങൾക്ക് ചൈതന്യം കൊടുത്തിരിക്കണം. പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കണം, അൾത്താരയുമായി ബന്ധപ്പെട്ട് നിൽക്കണം. അവിടെ തെരേസ പറഞ്ഞിട്ടുണ്ട്, തെരേസയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം മാർക്കോസ് 6:31 തെരേസ പറഞ്ഞിട്ടുണ്ട്. എന്നതാ? വരുവിൻ നമുക്കല്പം വിശ്രമിക്കാം, വരുവിൻ നമുക്കല്പം വിശ്രമിക്കാം. എവിടെ വിശ്രമിക്കുന്നേ? കടലാണ് വിശ്രമിക്കുന്നത്, സിനിമ കാണാണ് വിശ്രമിക്കുന്നത്, കണ്ണു പിടിച്ചാണ് വിശ്രമിക്കുന്നത്. ഒന്നുമല്ല, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്നിരുന്ന് വിശ്രമിക്കണം, കുർബാനയെ നോക്കി വിശ്രമിക്കണം, കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് വിശ്രമിക്കണം, അത് പരികർമ്മം ചെയ്തുകൊണ്ട് വിശ്രമിക്കണം. അതാണ് വിശ്രമം എന്ന് പറയുന്നത്. വിശ്രമം. അതുകൊണ്ട് മാതാ തെരേസയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് വരുവിൻ നമുക്കല്പം വിശ്രമിക്കാം. അവിടെ മാതാ തെരേസ വിശ്രമിക്കാനായിട്ട് സമയം കണ്ടെത്തി. അതിരാവിലെ എഴുന്നേക്കും, പള്ളിയിൽ പോയി മണിക്കൂറോളം സമയം ചെലവഴിക്കും. മാതാ തെരേസ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഹൃദയം വടക്കു നോക്കി യന്ത്രം വടക്കോട്ടെന്നതുപോലെ എന്റെ ഹൃദയം കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കും. അങ്ങനെ തിരിഞ്ഞിരിക്കുന്നില്ലെങ്കിൽ തരിപ്പണമായി പോകും. കാരണം ഇവിടെ മനുഷ്യൻ കതിക്കും, മനുഷ്യൻ വാക്കുമാറും, മനുഷ്യൻ വിമർശിക്കും, കുറ്റപ്പെടുത്തും. മദർ തെരേസയ്ക്ക് പറ്റി എന്തെല്ലാം ആക്ഷേപം കിട്ടിയത്. സൊസൈറ്റി ലേഡീസ് അവരൊക്കെ എതിര് നിന്നു, സമൂഹം എതിര് നിന്നിട്ടുണ്ട്. അല്ലാതെ എളുപ്പത്തിലൊന്നുമല്ല കൈകാര്യം ചെയ്തത്. അപ്പോഴൊക്കെ ഹൃദയം വടക്ക് നോക്കി യന്ത്രം വടക്കോട്ടെന്നതുപോലെ എന്റെ ഹൃദയം വടക്ക് നോക്കി യന്ത്രം വടക്കോട്ടെന്നതുപോലെ എന്റെ ഹൃദയം കർത്താവിലേക്ക്, സക്രാരിയിലേക്ക്, അത്താനയിലേക്ക് തിരിഞ്ഞിരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മളൊക്കെ മടുത്തു പോകും, പെട്ടെന്ന് ഇട്ടിട്ട് പോകും, സ്നേഹം കിട്ടുന്നില്ല. മനുഷ്യന്റെ സ്നേഹത്തിൽ നിന്നാണോ പ്രചോദനങ്ങൾ കൊള്ളുന്നത്? മനുഷ്യൻ കുക്കിയടിക്കും, പുകഴ്ത്തും, എന്നെ ഭയങ്കര രൂപക്കൂട്ടിക്കേറ്റിയിരുത്തും, എന്റെ മുമ്പിൽ ധൂപം അർപ്പിക്കും, തിരികെത്തിക്കും, പൂക്കൾ വയ്ക്കും എന്നൊക്കെ വിചാരിക്കുന്നതാണ്. ഒരുത്തിനും ഒരുത്തി പൂക്കൾ വയ്ക്കാനുണ്ടാവില്ല, തക്ക സമയത്ത് പാലം വരിക്കും. പക്ഷേ ഹൃദയം കർത്താവ് തിരിഞ്ഞിരുന്നാൽ പവർ കിട്ടും, എത്തി കിട്ടും. സ്നേഹം എവിടെ നിന്ന് വരുന്നു? അതുകൊണ്ട് മദർ തെരേസയൊക്കെ അത്താലിലേക്ക് തിരിഞ്ഞിരുന്നത്. ഓരോ അപ്പനും അമ്മയും കുടുംബജീവൻ നയിക്കുന്ന ഒരു പ്രത്യേക അച്ഛന്മാരുടെ വഴിയിലാണല്ലോ. തീർച്ചയായിട്ടും അവരാണല്ലോ അത് വാഴ്ത്തുന്നേ, എടുത്ത് തരുന്നത്. പൗരോഹിത്യം അച്ഛന്മാരും അൾത്താര കേന്ദ്രമായിരിക്കണം അവരുടെ ജീവിതം. പൗരോഹിത്യം അതുമായി ബന്ധപ്പെട്ട് ആത്മാവായ സഹോദരങ്ങളെ, കുടുംബജീവൻ നയിക്കുന്നവരെ, നിങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുമ്പോൾ ആ കുഞ്ഞുങ്ങളെ അൾത്താര കേന്ദ്രീകൃതമാക്കി വളർത്തണം. അപ്പോഴവർ തകർന്നു പോകാതിരിക്കുന്നത്. അതുകൊണ്ട് ഈശോ ചോദിക്കുന്നു, അപ്പം കൊടുത്തിട്ട് ഈ അപ്പം, ഈ കുർബാന, ഈ ചൈതന്യ പകർന്നു കൊടുത്ത് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നു. വീണ്ടും ചോദിച്ചു, ഇവരേക്കധികമായി എല്ലാ വസ്തുക്കളെക്കാൾ ഉപരിയായി ഈ മത്സ്യം, അതുപോലെ വഞ്ചി, കടല്, വല, സാമ്പത്തികം, വരുമാനം, എല്ലാത്തിനും ഉപരിയായി നിന്റെ സുഹൃത്തുക്കൾ കൂടെ 6 പേര് പോയല്ലോ, 7 പേര് കൂടി മീൻ പിടിക്കാൻ പോകും. നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അത് കുടുംബജീവിതത്തിന്റെ ക്ലാസ്സിൽ. 7 പേര് കൂടി
എല്ലാം വിട്ടിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹിക്കുന്നു. അങ്ങെല്ലാം അറിയുന്നല്ലോ. നീ എൻ്റെ ആടുകളെ മേയ്ക്ക്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക്. അങ്ങനെ ആടുകളെ മേയ്ക്കുന്ന അധികാരം, മനുഷ്യന്റെ മേലുള്ള അധികാരം എന്ന് പറയുന്നത് കുർബാന പഠിപ്പിച്ച നേരത്തെ മുറിയാനാ. അത് മനുഷ്യരെ മുറിക്കാനല്ല, മറ്റവരെ മുറിക്കാനല്ല, സ്വയം മുറിയാൻ, സ്വയം ഇല്ലായ്മയായി മാറാൻ, സ്വയം ദാനം ചെയ്യാൻ. അങ്ങനെ സ്വയം ദാനം ചെയ്യാൻ, അല്ലാതെ കുർബാനയുടെ സ്വഭാവം കൊണ്ട് ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോകട്ടെ എന്ന് പറയാനല്ല, അങ്ങോട്ട് കൊടുക്കുക. കൊടുത്താൽ നഷ്ടമല്ല, ലാഭമാണെന്ന് കണ്ടു. 12 കൊട്ടത്തിലെ മിച്ചം വന്നത് നഷ്ടമില്ല, ലാഭക്കച്ചവടമാണിത്. സമർപ്പിക്കണം. അങ്ങനെ പത്രോസിനെ മാർപ്പാപ്പിയാക്കി മാറ്റുന്നത്, അതുവഴി മറ്റ് അപ്പസ്തോലന്മാരെല്ലാം വലിയ പദവിയിലേക്ക് പോയിരുന്നത് ഈ ഭക്ഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ ഭക്ഷണ പശ്ചാത്തലം രൂപീകരിച്ചപ്പോൾ ഇതാണ് ബുദ്ധിമാന്മാർക്ക് മനസ്സിലായില്ല. അവർക്കൊന്നും മനസ്സിലായില്ല. അവർ പറഞ്ഞു കർത്താവ് ഭക്ഷണപ്രിയമാണ്. ചുമ്മാ വെറുതെ ഈ നാടൻ ഭക്ഷണം കഴിക്കാനാണ് ഇവർ ഈ വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്നതിനുള്ള വിമർശനമുണ്ടായി. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 18 വായിക്കും. മത്തായിയുടെ സുവിശേഷം 11-ന്റെ 18 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, കർത്താവ് തന്നെ പറയുന്നത്, സ്നാപക യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായിട്ട് വന്നപ്പോൾ അവന് പിശാചിബാധയോട് നിങ്ങൾ പറയും. പിശാചിബാധിതനാണ്, ഭക്ഷിക്കുന്നുമില്ല, പാനം ചെയ്യുന്നില്ല, പിന്നെ പിടിവിട്ട് കിടക്കുക, ഭയങ്കര കാട്ടാള, ഭയങ്കര സ്വരം, പിശാചിബാധിതൻ. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായിട്ട് വന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനും, ഭക്ഷിക്കുന്നവനും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും വേണം. എന്നതാ കള്ളോളം എന്നതൊരു വസ്തു, ഭൂലോക ഇല്ലടി പറയും. കള്ളോളം കൊള്ളിച്ചെന്ന ഭൂലോക ബുദ്ധിഗതി എന്ന് പറഞ്ഞ കള്ളാണ് കുടിക്കുന്നത്. മദ്യം, ബ്രാൻഡി, വിസ്കി അതൊക്കെയാണ് കുടിക്കുന്നത്. അതൊന്നുമല്ല കഴിക്കണ്ടേ. ഭക്ഷിക്കുന്നവനും പാനം പറ്റി പറയുന്നുണ്ട്. കർത്താവ് കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയില്ലേ? കർത്താവ് ബാർ നടത്തിയത്, ആദ്യത്തെ ബാർ ഉദ്ഘാടനം കർത്താവ് ചെയ്തതാ. അതുകൊണ്ടാണ് ഞങ്ങൾ കുടിക്കുന്നത്. കർത്താവ് വെള്ളം വീഞ്ഞാക്കിയെങ്കിൽ ആ വീഞ്ഞ് രക്തമായി മാറ്റി. വീഞ്ഞെടുത്തിട്ട് രക്തമാണെന്ന് പറഞ്ഞു, ഇതെന്റെ ജീവനാണ്, ജീവൻ തരാൻ പോവുക, എന്റെ ജീവൻ തരാൻ പോവുക, ഞാൻ തന്നു. കാസായി വീഞ്ഞെടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ രക്തമാണ്, വാങ്ങി കുടിക്കുമെന്ന്. ഈ ബാറ് പ്രോത്സാഹിപ്പിക്കുന്നവര് ഇതുപോലെ സ്വന്തം ജീവൻ തങ്കു കൊടുക്കുവോ? അങ്ങോട്ട് പിടിപ്പിക്കുമല്ലേ? പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, ഈശോ ഭക്ഷണപ്രിയനും ഭോജനപ്രിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും കൂട്ടുകാരനുമാണെന്ന് വലിയ സമൂഹം, അധികാരവർഗം വിമർശിച്ചതിനെ കുറിച്ച് ഈശോ പറയുന്നുണ്ട്. ഈശോ എന്തിനാണ് ഈ വിമർശനം ഏറ്റുവാങ്ങിയത്? ഈശോയ്ക്ക് ഭക്ഷണം കഴിക്കാനല്ല, ഈശോയ്ക്ക് കുറവില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈശോ തന്നെ ഭക്ഷണമാണ്. അതിനാൽ വചനം നാമം ധരിച്ചു വന്നത് ഈശോയ്ക്ക് ഭക്ഷണമായി മാറാനല്ല, ഈശോയ്ക്ക് ഭക്ഷണം കഴിക്കാനല്ല, ഈശോയ്ക്ക് ഭക്ഷണമായി മാറാനാണ്. അതൊക്കെയാണ് പഴയ നിയമത്തിൽ മോശയുടെ സംഭവത്തിൽ പുറപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പുറപ്പാട് 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വൃക്ഷം കത്തുന്നു, ചെടി കത്തുന്നു, കത്തിത്തീരുന്നില്ല. കർത്താവിനെ ആരെയും കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല, കർത്താവ് തന്നെ കത്തുന്നു, പക്ഷെ കത്തിത്തീരുന്നില്ല. ഇത് കത്തുന്നു, കത്തിത്തീരുന്നില്ല. അത് അത്ഭുതമാണ്. അതാണ് കുർബാനയുടെ പ്രതീകമാണത്. തീയിൽപ്പെടുന്ന ആ വൃക്ഷം, ആ ചെടി, അത് വേറെ ആരെയും കത്തിച്ചുകൊണ്ടല്ല. ഒരു വിളക്ക് തിരി കത്തണമെങ്കിൽ മെഴുക് വേണം, ഒരു വിളക്ക് കത്തണമെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തീ കത്തണമെങ്കിൽ ഗ്യാസ് വേണം, അല്ലെങ്കിൽ വിറക് വേണം. എന്തിനെങ്കിലും കത്തിച്ചുകൊണ്ടാണ് ബാക്കിയെല്ലാം കത്തുന്നത്. ഇതാരെയും കത്തിക്കുന്നില്ല, എന്നാ കത്തുന്നു, കത്തിത്തീരുന്നുമില്ല. ഇതാണ് അത്ഭുതം കാണാൻ മോശ അടുത്തിയിരുന്നത്. അവിടെ മോശയെ വിളിക്കുന്നത്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. കാരണം ഇത് കത്തുന്നു, ആരെയും കത്തിക്കുന്നതല്ല, ഇത് വേറെ ആരും ഉപയോഗിക്കുന്നതല്ല. ഇത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സ്വയം കത്തുകയാണ്. എന്നാൽ ഇത് കത്തിത്തീരുന്നതുമല്ല, ഇത് ആത്മീയമാണ്, ദൈവികമാണിത്. മോശ അടുത്ത് ചെന്നു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, കാലിലെ ചെരുപ്പഴിച്ചു മാറ്റണം, അടുത്ത് വരരുത്, ഇത് ഗൗരവമുള്ള കാര്യമാണിത്, നിസ്സാരമായി കൈകാര്യം ചെയ്യാനുള്ളത് അല്ല ഇത് എന്നൊക്കെ പഴയ നിയമത്തിൽ മോശയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ കുർബാനയുടെ മുന്നറിയിപ്പാണത്, കുർബാനയുടെ ചൈതന്യമാണത്. ആ എരിയുന്ന മുൾച്ചെടി എന്ന തീരാത്ത അവസ്ഥ പ്രിയമുള്ളവരെ കണ്ടുവരുന്നത് കർത്താവിൻ്റെ ഭക്ഷണമായി മാറാൻ, ആ ഭക്ഷണം കഴിക്കാനല്ല. അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷകന്റെ
22-ാമധ്യായത്തിൻ്റെ 19-ാം തിരുവചനത്തിൽ കാണുന്നത് അവിടുന്ന് കുർബാന സ്ഥാപനം. കുർബാന സ്ഥാപിക്കുമ്പോൾ ഇതിൻ്റെ ശരീരമാണ്, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്നതിൻ്റെ ശരീരം. അപ്പമെടുത്തിട്ട് അപ്പത്തിൻ്റെ രൂപം പറഞ്ഞതിൻ്റെ ശരീരമാണ് വാങ്ങി ഭക്ഷിക്കണം. ഈ കാസായി വീഞ്ഞെടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടി രക്തം. പണ്ട് ഉടമ്പടി പിറവി 31 പോരുന്നത് പുതിയ ഉടമ്പടി ചെയ്യാൻ പോകുന്നു. പഴയ ഉടമ്പടി ലംഘിച്ചു. 10 പ്രമാണം കൊണ്ടത് കൽപ്പനയുടെ ആ എഴുതപ്പെട്ട കൽപ്പനകളൊക്കെ ലംഘിക്കും മനുഷ്യൻ. ഇത് പാലിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദൈവം സ്വീകരിച്ച മാർഗമാണ് ഹൃദയത്തിൽ വന്ന് കൂടാൻ. അങ്ങനെ പുതിയ ഉടമ്പടി, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം പാപമോചനത്തിനായി നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. അങ്ങനെ പുതിയ ഉടമ്പടി സ്ഥാപിച്ച് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമുക്ക് ജീവൻ തന്ന് അങ്ങനെ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. ഓർമ്മിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഓർമ്മിക്കാൻ പറയുന്നത്? ഇത് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നൽകുന്ന സമർപ്പണമാണ്. ഇത് പിതാവായ ദൈവത്തിന് മുമ്പിൽ സ്വർഗത്തിലാണ് ബലിയർപ്പിച്ചത്. പിതാവിന് മുമ്പ് ബലിയർപ്പിച്ചു. മനുഷ്യന്റെ ആഗ്രഹം സ്വയം സമർപ്പിക്കാൻ അങ്ങനെ കർത്താവ് സമർപ്പിച്ചു. ഈ സ്വർഗത്തിൽ നടന്ന സംഭവമായതുകൊണ്ട് ഭൂമിയിലായി നമ്മളിത് ഓർക്കണം. ഇത് ഒരിക്കൽ മാത്രം നടന്നതാണ്. ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല. പക്ഷെ എൻ്റെയും നിങ്ങളുടെയും ജീവിത അനുഭവമാകാൻ നമ്മുടെ മുമ്പിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ സ്വർഗത്തിൽ നടക്കുന്ന ആ ബലി സമർപ്പണം അത് തീരുന്നില്ല. അത് നിരന്തരം പിതാവിനുണ്ട്. കർത്താവ് സമർപ്പിച്ച ബലി ഇന്ന് പിതാവിനുണ്ട്. അത് നമുക്ക് അനുഭവമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബലി അർപ്പിക്കുന്നത്. ആ ബലി അർപ്പിക്കുമ്പോൾ നമുക്കത് അനുഭവമായി മാറും. കാരണം പഴയ നിയമത്തില് സങ്കീർത്തനം 16-ാം സങ്കീർത്തനത്തിന്റെ 10-ാം തിരുവചനം വായിക്കുന്നുണ്ട്. പരിശുദ്ധനെ ജീർണിക്കാൻ അനുവദിക്കുകയില്ല, അവനെ പാതാളത്തിൽ തള്ളുകയില്ല, പിതാവായ ദൈവം അവനെ ഉയർപ്പിക്കും. പഴയ ഈശോയോടാണ് മരിച്ചത്, ഈശോയോടാണ് ബലി അർപ്പിച്ചത്. ഈശോ സ്വയം ദാനമായി നൽകിയത് എന്തുകൊണ്ട്? കുരിശിൽ തീരാനല്ല, ആരുടെ അവസാനിക്കാനല്ല. അതാണ് സങ്കീർത്തനത്തിന്റെ 16-10 ഞാൻ പറഞ്ഞത്. 16-ാം സങ്കീർത്തനത്തിന്റെ 10 കൂടി വായിക്ക്. അവിടെ കാണും, ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ വലതുഭാഗത്ത് കാണുന്നു, അവനെൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നു. നമുക്കൊന്നും ഉറക്കം വരുന്നില്ലല്ലോ, നന്നായിട്ട് ഉറങ്ങാൻ പറ്റൂ. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്നിട്ട് ആ പറഞ്ഞത് പരിശുദ്ധനെ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. ഗ്യാരണ്ടിയ. നമ്മളൊക്കെ പെട്ടെന്ന് ജീർണിച്ചു പോവുകയാണല്ലോ. ബന്ധങ്ങളൊക്കെ മുടിഞ്ഞു പോകുമല്ലേ, ക്ഷീണം വന്നു പോകുമല്ലേ. പരിശുദ്ധനെ ജീർണിക്കാൻ അനുവദിക്കുകയില്ല, അവനെ അവിടുന്ന് പാതാളത്തെ തള്ളുകയില്ല, അവനെ ഉയർപ്പിക്കും. അതുകൊണ്ടാണ് 3-ാം ദിവസം ഉയർപ്പിച്ചത്. കാരണം യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു വ്യക്തി മരിച്ചാൽ 4-ാം ദിവസമാണ് ശരീരം അഴുകാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് സുഗന്ധതൈലം പൂശി തുണി കൊണ്ടൊക്കെ പൊതിഞ്ഞ് ശരീരം അടക്കം ചെയ്യുന്നത്. ഈ സുഗന്ധതൈലം പൂശുന്നത് കൊണ്ട് 3 ദിവസം കഴിഞ്ഞ് അഴുകാറുള്ളൂ. അതുകൊണ്ടാണ് ദാസനെ ഉയർപ്പിക്കുമ്പോൾ 4-ാം ദിവസം വരുന്നത്. 3-ാം ദിവസം വന്നെങ്കിൽ അവർ പറയുമായിരുന്നു, ഇവന് ശരീരം അഴുകിയില്ല, ജീവൻ പരിപൂർണമായി വിട്ടുപോയില്ല, അതുകൊണ്ട് ദാസനൊക്കെ തന്നെ മുങ്ങിയതാണ്. 4-ാം ദിവസം അഴുകിയ ശരീരം എന്ന് മത്തായി മറിയം പറയുന്നുണ്ട്. ദുർഗന്ധം വരും, ഉറക്കരുത്. ദുർഗന്ധമല്ല, സുഗന്ധമാണ് വരാൻ പോകുന്നത്. കല്ലുരുട്ടി മാറാൻ കർത്താവ് പറഞ്ഞു. അവിടെ 4-ാം ദിവസം വരുന്നത് യഹൂദ പശ്ചാത്തലം വെച്ച് 4-ാം ദിവസമാണ് ശരീരത്തിന് ആത്മാവ് പോകുന്നത്, ജീർണിച്ചു തുടങ്ങുന്നത്. പിതാവായ ദൈവം യേശുവിനെ 3-ാം ദിവസം ഉയർപ്പിച്ചു. ജീർണിക്കാൻ അനുവദിക്കുകയില്ല, അവരെ ഉയർത്തും എന്നുള്ള ബോധ്യം. പിതാവ് പ്രിയമുള്ളവരെ, ഇതൊക്കെ സ്വർഗത്തിൽ ദൈവികമാണത്. ഞാൻ പറഞ്ഞത് ദൈവിക പശ്ചാത്തലമാണ്. ഇതൊന്നും മാനുഷിക കണ്ടുപിടുത്തമല്ല, ഇതൊന്നും സഭയുടെ കണ്ടുപിടുത്തമല്ല. സഭയ്ക്ക് പരമേൽപ്പിക്കപ്പെട്ടതാണിത്. അതുകൊണ്ടാണ് ശിഷ്യന്മാരാണ് പൗരോഹിത്യം സ്ഥാപിച്ചത്. അതുകൊണ്ടല്ലേ യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചുകൊണ്ട്, അവസാനം വരെ സ്നേഹിച്ചുകൊണ്ട്, അവരുടെ പാദങ്ങൾ കഴുകി. പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ് ചെരിപ്പഴിച്ചു മാറ്റാൻ, പുതിയ നിയമത്തിൽ ഈശോയ്ക്ക് മനസ്സിലായി അവരുടെ കരുണയുള്ളവനാണ്, ചെരിപ്പഴിച്ചു മാറ്റാൻ പറ്റത്തില്ല. അതൊക്കെ സങ്കീർത്തനം 15-ന്റെ 19 വായിക്കും നമ്മൾ. പ്രഭാഷകന്റെ പുസ്തകത്തിലാന്ന് തോന്നുന്നു, കൃത്യം 15 വിട്ടുപോയി.
15 തിരുവനന്തപുരം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല, അവൻ ദൈവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല, അവൻ ദൈവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. പാപം ചെയ്തവന് പ്രചോദനം ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് കാലിലെ ചെരുപ്പഴിച്ചു മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രൻ തന്നെ വേണം കാലിൽ ചെരുപ്പഴിച്ചു മാറ്റാൻ, അശുദ്ധി മാറ്റാൻ. ഇതൊക്കെ നമ്മൾ അറിയണം. കാരണം നമ്മൾ പറയാം, നീ എന്താ നന്നാകാത്ത, നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. അങ്ങനെ പരിശുദ്ധന് മാത്രമേ നന്നായി ചെയ്യാൻ പറ്റത്തുള്ളൂ. മനുഷ്യ അശുദ്ധനാണ്, അവന്റെ കാലിലെ ചെരുപ്പ് അവിടെ അഴിച്ചു മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവെ ചെരുപ്പഴിച്ചു മാറ്റാൻ പറയണം. കർത്താവ് ശിഷ്യന്മാരുടെ ഭാഗങ്ങളിൽ കുനിഞ്ഞ് ചെരുപ്പെന്ന് പറഞ്ഞ അശുദ്ധിയാണ്, ചെടിയാണ്, കറയാണ്. ആ കറ കർത്താവ് തന്നെ കഴുകി മാറ്റി. എന്നിട്ട് കർത്താവ് ചുംബിച്ചു. വിശുദ്ധി പശ്ചാത്തലം. അങ്ങനെ പെസഹാ വ്യാഴാഴ്ച പൗരോഹിത്യം സ്ഥാപിച്ചു. കർത്താവ് കാല് കഴുകി ചുംബിച്ചുകൊണ്ടാണ് പൗരോഹിത്യം സ്ഥാപിച്ചത്. അതുകൊണ്ട് ആ പുരോഹിതരെ ആ ഒരു വിശുദ്ധിയിൽ നമ്മൾ കാണുന്നത്. കർത്താവ് കാല് കഴുകിയ പശ്ചാത്തലത്തിലാണ് വൈദികർക്കും മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും ഒക്കെ അവരെ വീട്ടിൽ നീട്ടിയ വിശുദ്ധിയും അല്ല. ഇതൊക്കെ ദൈവിക പശ്ചാത്തലമുള്ളതുകൊണ്ടാണ്. അവന്റെ അച്ഛനെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത് ഈശോയെ കാണുന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവിക പശ്ചാത്തലത്തിൽ പൗരോഹിത്യം സ്ഥാപിച്ചു. ആ പൗരോഹിത്യം സ്ഥാപിച്ച് തൻ്റെ ശരീരത്തെയും രക്തത്തെയും ആ ജീവനെ ആ പൗരോഹിത്യ പശ്ചാത്തലത്തിൽ കർത്താവ് ഫലമേൽപ്പിച്ചു. അത് ഇന്ന് വലിയ ദൗത്യമായി സഭ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവിക പശ്ചാത്തലമാണ്, സഭയ്ക്ക് ഫലമേൽപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് സഭയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം വിശുദ്ധീകരണമാണ്. ആ വിശുദ്ധീകരണം എന്ന് പറയുന്നത് കണ്ടുവരുന്നത് ആരാധന ക്രമമുണ്ടെന്ന് വെച്ചാൽ ഇതൊരു ക്രമമുണ്ട്. ആരാധനയുടെ അനുഭവം, അതിൻ്റെ രുചി, അതിൻ്റെ ഉറവിടം വിശുദ്ധ കുർബാനയാണ് നമ്മൾ കാണുകയായിരുന്നു. അതുകൊണ്ട് ഈ 50 നോമ്പിൻ്റെ അവസാന നാളുകളിലേക്ക് വരുമ്പോൾ ഞായറാഴ്ച വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് ഈ കുർബാനയുടെ മഹത്വം എന്താണെന്ന് ധ്യാനിക്കണം, ചിന്തിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ കുർബാന ഭക്തരായി, ജീവികാരുണ്യ ഭക്തരായി ഒക്കെ ജീവിക്കണം. ഒപ്പം മദർതെരേസ പറഞ്ഞതുപോലെ എവിടെ ആയിരുന്നാലും വടക്ക് നോക്കിയെന്ന് വടക്കോട്ടുന്നതുപോലെ ഹൃദയം സക്രാരിക്ക് തിരിഞ്ഞിരിക്കും. അങ്ങനെ സക്രാരി കേന്ദ്രീകൃതമായി തിരിഞ്ഞിരുന്ന് ജീവിച്ചാൽ, പഴയ നിയമത്തിൽ സോളമൻ ദേവാലയം പണിതപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഈ ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും ഈ ജെറുസലേം ദേവാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ ദർശനത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഫലപ്രദമാകണം. അത് വിജാതിയാണെങ്കിൽ പോലും അനുഗ്രഹിക്കണം. ദേവാലയം, ആ ദേവാലയത്തിൻ്റെ കേന്ദ്രമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഇടവകയുടെ ഒരു പ്രദേശത്തിൻ്റെ ഹൃദയമാണ് അൾത്താര, സക്രാരി എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ ഞരമ്പുകളിലൂടെ ശക്തി ഒഴുകുന്നത്, ശുദ്ധരക്തം വരുന്നത്, അശുദ്ധരക്തം വിശുദ്ധീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു പള്ളിക്ക് പ്രസക്തി, കുർബാനയ്ക്ക് പ്രസക്തി, സക്രാരിക്കും ക്രിസ്തോദിക്കും വിശുദ്ധ കുർബാനയ്ക്കും പ്രസക്തി. നമ്മുടെ ശ്രദ്ധ മുഴുവൻ എവിടെ പോയി ജോലി ചെയ്താൽ അപ്പോഴാ ജോലിയൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നത്, ശക്തി കിട്ടുന്നത് ഏത് കൂട്ടായ്മയിലാണെങ്കിലും. അതുകൊണ്ട് ഇതിന് ചേരാത്തതെല്ലാം ഉപേക്ഷിക്കുകയും വേണം. അത് വലോസിക്കുക കൊറന്തോസാണ് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്തോസ് 11 പറയുന്നില്ലേ, പലരും രോഗികളായി മാറാൻ കാരണം ഈ വിശുദ്ധ കുർബാനയുടെ വിശുദ്ധി അറിയാത്തതുകൊണ്ടാണ്. ഇത് പരിശുദ്ധമായി പരികർമ്മം ചെയ്യപ്പെട്ടതാണ്. ഇതെനിക്ക് ഞാൻ കണ്ടുപിടിച്ചതല്ല, എനിക്ക് പരമേൽപ്പിക്കപ്പെട്ട കാര്യമാണ്. കർത്താവ് അപ്പമെടുത്തുന്നൊക്കെ പറയുന്നു, വീഞ്ഞെടുത്തെന്ന് പറയുന്നു, കുർബാന സ്ഥാപിച്ച കാര്യം പറയുന്നു. ഇത് വിശുദ്ധിയോടുകൂടി പരികർമ്മം ചെയ്താൽ ഭയങ്കര ഐശ്വര്യമുണ്ടാകും, നല്ല ശക്തി കിട്ടും. അതുകൊണ്ട് ഇത് സ്വർഗത്തിലെ വെറും ശാരീരികമായ പ്രകടനമോ ശാരീരികമായ അഭ്യാസമോ അല്ല, അതിനപ്പുറത്ത് സ്വർഗം വരെ എത്തുന്ന വലിയൊരു ചൈതന്യമാണ് എന്നൊക്കെ 24 കൊണ്ട് കണ്ടു കഴിഞ്ഞു. അവിടെ ഇതിൻ്റെ പ്രസക്തിയൊക്കെ മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹിക്കാം. നമുക്ക് നിമിഷങ്ങൾ